സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന LDF സംസ്ഥാന ജാഥ കണ്ണൂർ ജില്ലയിലെ 11 കേന്ദ്രങ്ങളിലും 10,000 പങ്കെടുത്തുകൊണ്ടുള്ള വളരെ വലിയ പരിപാടിയാക്കി സംഘടിപ്പിക്കാൻ വേണ്ടി ജില്ലയിൽ സാധിച്ചു. പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച് കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പാനൂരിൽ പര്യടനം പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. ആ ജാഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത വിവിധ ജനവിഭാഗങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളുടെയും നടപടികളുടെയും എല്ലാം ഭാഗമായി ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ലഭിച്ച വിവിധ ജനവിഭാഗങ്ങൾ ഈ ജാഥാ പരിപാടിയിൽ ഉടനീളം പങ്കെടുത്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ 32 ലക്ഷം സ്ത്രീകൾക്കാണ് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്ന ബാനറുമായിട്ടാണ് സ്ത്രീകൾ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ യുവാക്കൾക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പിലൂടെ 5 ലക്ഷത്തോളം വരുന്ന യുവാക്കൾക്കാണ് സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള സഹായം സർക്കാർ പ്രഖ്യാപിച്ചത്. അതിന്റെ ഫലമായി യുവാക്കൾ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെന്റ് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യവുമായിട്ട് ജാഥയിൽ അണിചേരുന്നത് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ആദ്യം സൗജന്യമാക്കിയ സംസ്ഥാനം. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് എലമെന്ററി എഡ്യൂക്കേഷനാണ് സൗജന്യമായി നൽകുന്നത്. അവിടെയാണ് നമ്മൾ +2 വരെ നേരത്തെ സൗജന്യം ആയി നൽകി, അതിനെ ഇപ്പോഴും ഡിഗ്രി തലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ കാര്യം മുൻനിർത്തിക്കൊണ്ട് ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ജാഥയിൽ അണിചേർന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 4 വിവിധ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അപ്പോ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ലഭിച്ച യുവാക്കൾ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരെ വിവിധ ജനവിഭാഗങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, യുവാക്കൾ, ഇവരെല്ലാം ഈ ജാഥയിൽ ഒഴുകിയെത്തുന്ന ചിത്രമാണ് നാം കണ്ടത്. പയ്യന്നൂരിൽ ആണ് ജാഥയുടെ ആദ്യ സ്വീകരണ കേന്ദ്രമുണ്ടായത്. 10,000 പങ്കെടുത്ത ഒരു ജാഥയായിരുന്നു പയ്യന്നൂരിലെ ജാഥാ സ്വീകരണ പരിപാടി. ജാഥാ സ്വീകരണം കാസർഗോഡ് ജില്ലയിൽ നിന്ന് പയ്യന്നൂരിലേക്ക്, കണ്ണൂരിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 2.5 മണിക്കൂർ വൈകിയാണ് കാലിക്കടവിൽ ജാഥ ആദ്യം വരവേറ്റത്. അതിനുശേഷം ജാഥാ ലീഡർ സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തുമ്പോഴേക്ക് ഏതാണ്ട് 8 മണിയായിരുന്നു. ഫലത്തിൽ ജാഥാ നേതാവ് 3 മണിക്കൂറോളം വൈകിയാണ് ജാഥാ കേന്ദ്രത്തിലെത്തിയത്. വൈകി എത്തിയിട്ട് പോലും സ്വീകരണ കേന്ദ്രത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ജാഥാ നേതാവിനെ സ്വീകരിക്കാൻ വേണ്ടി തടിച്ചുകൂടിയത്. എന്നാൽ അതിനുശേഷം അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 3 മണിക്കൂറിലേറെ ജാഥ വൈകിയെത്തിയ ഒരു ജാഥയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പോകും. ആ പോയ സന്ദർഭത്തിൽ ജാഥാ നേതാവിന്റെ പ്രസംഗം അവസാനിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള കസേരകളുടെ ചിത്രമെടുത്ത് ചിലർ
അത് പ്രചരിപ്പിച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമം തന്നെ അത് ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം തെറ്റാണ്, ദൗർഭാഗ്യകരമാണ് എന്നുള്ള ഒരു കാര്യം ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും. അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പയ്യന്നൂരിലെ ജാഥയിൽ ഒടിഞ്ഞു കിടക്കുന്ന കസേരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പോയതിന് ശേഷം ആ ഫോട്ടോ വെച്ച് റിപ്പോർട്ട് ചെയ്തത് ശരിയല്ല. അങ്ങനെ ഒരു നിലപാട് മാധ്യമപ്രവർത്തനത്തിന് യോജിക്കുന്നതാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജാഥയ്ക്ക് പൊതുവിൽ നല്ല പ്രചരണം മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോ. നിങ്ങൾക്ക് അറിയണ്ടെങ്കിൽ പറയാലോ. ഏതാ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു. എനിക്കത് മുഴുവൻ വായിക്കാൻ വേണ്ടി നേരം ഉണ്ടായിരുന്നില്ല, ഞാൻ ജാഥയിലായിരുന്നു. പക്ഷെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. അല്ല, അതില് നിങ്ങൾ ആ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ പുസ്തക പ്രകാശന ചടങ്ങ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. CPM വിരുദ്ധരുടെ ഒരു ഒത്തുചേരലായിട്ടാണ് പയ്യന്നൂരിൽ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം അത് പുസ്തക പ്രകാശനം ചെയ്തയാൾ ജോസഫ് C. മാത്യു. അദ്ദേഹം അവിടുന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏതോ ഒരു പഴയകാല CPMന്റെ നേതാവ് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാർട്ടിയാകെ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. അയാൾക്ക് CPMുമായിട്ടൊരു ബന്ധമില്ല. ഏതെങ്കിലും കാലത്ത് CPMന്റെ ഏതെങ്കിലും അയലത്തൂടെ അവൻ്റെ പോയോന്ന് എനിക്കറിയില്ല. CPMുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് ജോസഫ് C. മാത്യു. ഞങ്ങളെ ഉപദേശിച്ചിട്ട് നന്നാക്കാൻ വേണ്ടി വരണ്ട, അയാളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ജോസഫ് C. മാത്യു ഉൾപ്പെടെ പാർട്ടിയെ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ആറമ്പിക്കാർ വരെയുള്ള CPM വിരുദ്ധരുടെ ഒരു സംഘവുമായിട്ടാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ CPIM പാർട്ടി വിരുദ്ധരുടെ സംഘവുമായി സംഘടിപ്പിച്ച ഈ പരിപാടി അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. അതില് ഈ ആളുകളൊക്കെ കഴിഞ്ഞ കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ജനകീയാസൂത്രണ പദ്ധതി നടപ്പിലാക്കി. ആ ജനകീയാസൂത്രണം സാമ്രാജ്യത്വ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് പാർട്ടിക്കെതിരായി നിലപാട് സ്വീകരിച്ച ചിലർ ആ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി. ഇന്നിപ്പോൾ 100% കുട്ടികളും പാസ്സാവുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ എല്ലാ വിഷയത്തിലും A+ നേടുന്ന കുട്ടികളായിട്ട് കുട്ടികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ നയം പണ്ട് പഠിക്കുന്ന ബൈഹാർട്ട് പഠിക്കുന്ന രീതിയല്ല ഇപ്പം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയപ്പോൾ അത് നടപ്പിലാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് സാമ്രാജ്യത്തെ ഏജൻസി പണി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ചിലർ വരെയുണ്ട്. അപ്പോൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, പരിഷ്കരണങ്ങൾ, ജനകീയമായ വളരെ വളരെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ചില ഇടപെടലുകൾ, ജനകീയാസൂത്രണം വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടലും തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനൊക്കെ എതിർത്ത് അതൊക്കെ സാമ്രാജ്യത്വ വിരുദ്ധ പദ്ധതിയാണ് എന്ന് പ്രചരിപ്പിച്ച ആളുകളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ലേബലിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ലേബലാണ്. അത് ചാനലുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇടത് നിരീക്ഷകൻ എന്നൊക്കെ നിങ്ങൾ എഴുതി കാണിക്കും. അവരെല്ലാവരും അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകളായി CPM വിരുദ്ധരാണ്. ആ CPM വിരുദ്ധരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ആ പുസ്തകം ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുക. ആ പുസ്തകത്തിലുടനീളം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞതിനുള്ള ഏക ലക്ഷ്യം എന്താ? ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുക. TA മസൂദൻ എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹത്തെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതിന് വേണ്ടി
അദ്ദേഹത്തോടുള്ള പകമൂത്ത് അന്ധത ബാധിച്ച വിധത്തിലാണ് ആ പുസ്തകം വന്നിട്ടുള്ളത്. അതിൽ തുടക്കം മുതൽ നിങ്ങളൊന്ന് നോക്കിയട്ടെ. ഇപ്പൊ പാർട്ടിയുടെ കരിവള്ളൂർ ഏരിയ സമ്മേളനം, ആ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത ഒരാൾ ഞാനാണ്. ആ സമ്മേളനത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ പി സഹദേവനും അതുപോലെ തന്നെ വി നാരായണൻ, സി കൃഷ്ണാട്ടൻ ഉൾപ്പെടെയുള്ള കെ പി സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അതിൽ പങ്കെടുത്തിരുന്നത്. ഞാനും അതിലുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ ഈ സാധാരണ 3 ടേമായിട്ടാകുമ്പം ഏരിയ സെക്രട്ടറിമാർ മാറണം. അപ്പോൾ പുതിയൊരു ഏരിയ സെക്രട്ടറി അവിടെ നിർദ്ദേശിക്കണം. നിർദ്ദേശിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ആർക്ക് വേണം നിർദ്ദേശിക്കാം. പക്ഷെ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാറുമ്പോൾ ആ ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റി തന്നെ നിലനിൽക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരാളുടെ പേരങ്ങ് പറയും. ആ പേര് പറയുന്നതിന് മുമ്പേ ടി.എ. മസൂദൻ ഞങ്ങളുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തിയിരുന്നു. അപ്പോൾ ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ആ പേര് അവിടെ നിർദ്ദേശിച്ചത്. നിങ്ങൾ നോക്കൂ, എത്ര ഹീനമായ വിധത്തിലാണ് ആ സംഭവത്തെ ടി.എ. മസൂദൻ എന്ന് പറയുന്ന മനുഷ്യനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകവെക്കുന്നതിനും അദ്ദേഹം ഇതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ കണക്കല്ല പ്രശ്നം. രക്തസാക്ഷി ഫണ്ട് നഷ്ടപ്പെടുന്നു എന്നതല്ല പ്രശ്നം. ധനരാജിന്റെ രക്തസാക്ഷിത്വമല്ല പ്രശ്നം. ആ കുടുംബമല്ല പ്രശ്നം. ഇങ്ങനെ വിവാദമുണ്ടാക്കിയിട്ട് ധനരാജിനെ കൊലപ്പെടുത്തിയ RSSകാർ രക്ഷപ്പെടുന്നുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം എന്താ? ടി.എ. മസൂദൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോടുള്ള പക നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് ആ പുസ്തകമെന്ന് വായിച്ചു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. സംഭവിച്ചിരിക്കുന്ന എന്താ? മധുവിനോടുള്ള പക വളർന്ന് ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിച്ചിരുന്നു. ആ ഉന്നയിച്ച കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പാർട്ടിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നില്ല. ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന അതേപടി അക്ഷരം പ്രതി അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഏരിയ കമ്മിറ്റി 3 പേരെ ഓഡിറ്റർമാരായിട്ട് നിശ്ചയിച്ചു. ആ 3 പേരും സഹകരണ മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള 3 ഏരിയ പേരാണ്. അവർ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. സഹകരണ രംഗത്ത് റിട്ടയർ ചെയ്തവരാണ്. അദ്ദേഹം ഏരിയ സെക്രട്ടറിയായ കമ്മിറ്റിയാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ആ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കുകയാണ്. ഇദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെ ഓഡിറ്റർമാർ പരിശോധിക്കുകയാണ്. ഓഡിറ്റർമാർ പരിശോധിച്ചിട്ട് ഓഡിറ്റർമാർ പറയുന്നു വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ അവതരിപ്പിച്ച കണക്കല്ല ശരി. ഓഡിറ്റർമാർ അതിന്റെ ന്യൂനതകളും പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ വരവ് ചെലവ് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, ഓരോ റെസീറ്റും ഓരോ വൗച്ചറും വെച്ച് പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓഡിറ്റർമാർ തയ്യാറാക്കിയ ഒരു കണക്ക്, ആ കണക്ക് പാർട്ടിക്ക് മുമ്പിൽ വന്നു. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അത് അംഗീകരിച്ചു. അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്, ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവനാവിലാസം മാത്രമാണത്. അല്ല, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ചോദ്യമല്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞെന്താ? മാധ്യമങ്ങൾക്കല്ല, ഞാൻ 2 ചാനലുകളുടെ പേരെടുത്തിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോൾ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. വ്യക്തിപരമായിട്ടല്ല. നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ
സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോൾ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളിവിടെ വന്ന് ഇരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞത് ചാനലുകളോട് ഇത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ അത് നിങ്ങൾ പറയും. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് ജനങ്ങളോട് ഇത് പറയില്ല എന്നുള്ള ഒരു വാക്ക് ഞാൻ പറഞ്ഞോ? ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമില്ല. ഇത് പാർട്ടി പിരിച്ച ഫണ്ടാണ്, പാർട്ടിക്കകത്ത് തീർപ്പാക്കിയതാണ്, പാർട്ടി കമ്മിറ്റി അംഗീകരിച്ചാണ്. പൊതുജനങ്ങളോട് പറയേണ്ടതില്ല എന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഇല്ല. നിങ്ങൾ എടുത്ത് നോക്കണം. ഒന്നുകൂടി നിങ്ങൾ കാണണം. എടുത്ത് കാണിക്കുക. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ പാർട്ടി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിച്ച് അംഗീകരിക്കാറുള്ളത്. ഞാൻ ഉപയോഗിച്ച വാക്കാണ്. സാധാരണ നിലയിൽ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി കമ്മിറ്റിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ജനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കും. ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാത്. ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വരവ് ചെലവ് കണക്ക് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ടല്ലോ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന പോലെ ഞങ്ങളും കൊടുക്കുന്നുണ്ട്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി അതിലേക്ക് ഞാൻ പറയാം. ഇതില് ധൻരാജ് രക്തസാക്ഷി ഫണ്ട് സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് 2 വിഭാഗങ്ങളിൽ നിന്നാണ്. ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്ന്, രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ. ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കളക്ഷൻ എടുത്തിരുന്നില്ല. പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. ഈ സഹകരണ ജീവനക്കാരെന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ്. അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ. ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാനീ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കേണ്ടായി. പരിശോധിച്ചിട്ട് 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു. വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ബി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാർ പരിശോധിച്ച കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു. ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു. ആ യോഗങ്ങളിലാകെ ഈ കണക്ക് 2022 ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? ഞാനിത് ഇത്രയും പറയാൻ കാരണം, വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ. ആ എക്സ് കമ്മ്യൂണിസ്റ്റായ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിനുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എത്രമാത്രം തരംതാണ വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം. ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളിൽ അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പാർട്ടിയെക്കുറിച്ച് ഒരടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റുമോ? പാർട്ടി കമ്മിറ്റി 2022 ജൂൺ മാസം 24-ാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരവ് ചെലവ് കണക്ക്
പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ. കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ്. പക്ഷെ ഒന്നുകൂടി പറയാം, നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങൾ എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട്. ആ അനുഭാവി യോഗത്തിൽ അന്ന് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കേണ്ട പ്രശ്നമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന് വേറെ ചില അജണ്ട ഉണ്ടാവും. ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ്. പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണയുണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി ഞങ്ങൾക്കറിയും. അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവി യോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു. ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും, പാർട്ടിയുടെ അനുഭാവി ഗ്രൂപ്പ് അംഗങ്ങളുണ്ടാവും, പാർട്ടി അനുഭാവികളുണ്ടാവും, പാർട്ടിയുമായി ബന്ധമുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല, പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അവരെല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും. ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതികരിക്കുന്നത് ജനങ്ങളെയല്ല, നിങ്ങൾ പ്രതികരിക്കുന്ന ഓരോ ചാനലുകളെയാണ്. ആ ചാനലുകളുടെ മുമ്പാകെ ഇപ്പോ ഈ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. നേരത്തെ ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന സമയത്ത് അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി MD ജയരാജൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് വീക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ ആരും അപഹരിച്ചിട്ടില്ല. ബന്ധുക്കൾക്ക് ഫണ്ട് നൽകിയതും വീട് നിർമ്മിച്ചതും കേസിന് വേണ്ടി ചെലവഴിച്ചതും ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് വീക്കുമ്പോൾ തന്നെ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളല്ല, ബഹുജനങ്ങളാണ്. ബഹുജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ വൊക്കാബുലറിയിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ബഹുജനങ്ങളാണ്. അല്ലാതെ പൊതുജനങ്ങൾ എന്നല്ല വാക്ക്, ബഹുജനങ്ങളാണ്. അത് പറയാ, രണ്ടും രണ്ടാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പൊ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പം ഇപ്പം വാർത്താ സമ്മേളനം വിളിച്ച് സംസാരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഓഫീസിലേക്ക് വാർത്ത പോകാനല്ലോ, ജനങ്ങളിലേക്ക് പോകാനാണ്. അപ്പൊ സെക്രട്ടറി പറയുന്നു, നിങ്ങള് പൊതുജനങ്ങളുടെ ഭാഗമല്ല, പൊതുജനങ്ങളിലേക്ക് അതിന്റെ ഭാഗമല്ല, അതിന്റെ നിങ്ങൾ ഉത്തമ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചോദിച്ചു പോവുക? അല്ല, അതില് ജനങ്ങളോട് പറയാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ ജനാഭിപ്രായത്തെ പ്രതിഫലിപ്പിക്കുന്നവരാണ് നിങ്ങൾ എന്ന് അർത്ഥമില്ലല്ലോ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏഷ്യാനെറ്റിനെയാണ്. പക്ഷെ നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ വ്യൂ ആണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വ്യൂ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഏഷ്യാനെറ്റിന് മുമ്പാകെ കണക്ക് അവതരിപ്പിക്കാൻ താല്പര്യമില്ല. അത്രയേ ഉള്ളൂ. CPM ഒരു യോഗം വിളിച്ചാൽ അതിൽ CPM അംഗങ്ങൾ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുക. ഈ കണക്കുമായി ബന്ധപ്പെട്ട അവ്യക്തത അല്ലെങ്കിൽ സംശയങ്ങളുള്ള കോൺഗ്രസ്സുകാരനും BJP-കാരനും ഒക്കെ ഉണ്ടാവും. അവരിത് അറിയണത് എന്താ? കോൺഗ്രസ്സുകാരനെ ഞങ്ങൾ ഇതിനെ ബോധ്യപ്പെടുന്നു. ഓനാരാ? എന്തിന്? ഞങ്ങൾ അവരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരുടെ നിന്ന് പൈസ പിരിച്ചിട്ടില്ല. ധനരാജന്റെ രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ പിരിച്ചത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ അടുത്ത് മാത്രമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. പൊതുജനങ്ങളല്ല, ബഹുജനങ്ങൾ എന്നായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ബഹുജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചു എന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് നിർദ്ദേശിച്ചത് മാധ്യമങ്ങളോട് പറയാനല്ല, എന്നോട് നിർദ്ദേശിച്ചത് അവിടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങളുടെ മുമ്പാകെ ഈ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കണം എന്നാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ കുടുംബ സംഗമങ്ങൾ ചേരും. ആ കുടുംബ സംഗമങ്ങളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബഹുജനങ്ങൾ പങ്കെടുക്കും. ആ ബഹുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കണക്ക് അവതരിപ്പിക്കും. അന്നല്ലല്ലോ അതിന്റെ അർത്ഥം. വിശദീകരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബി കുഞ്ഞികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല അതില് ഞാൻ നിലപാട് ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ഏതാ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു? ഞാൻ ചോദിക്കട്ടെ, തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിൽ
ഇപ്പോൾ പിന്നെ പാർട്ടിയുടെ ജാഥ നടന്നല്ലോ, സംസ്ഥാന ജാഥ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച പോലെ കള്ളന്മാരുടെ പാർട്ടിയാണ് ഈ പാർട്ടിയെങ്കിൽ ആ കള്ളന്മാരുടെ പാർട്ടിയെ പിന്തുണക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ മുഴുവൻ വരുമോ? നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതിരോധിക്കാനുള്ള വഴി പാർട്ടിയുമായി ബന്ധപ്പെട്ട ബഹുജനങ്ങളുടെ മുമ്പാകെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സംശയം ഈ പ്രതിരോധം ദുർബലമല്ല എന്നുള്ളതാണ്. അതായത് ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് ആ കുടുംബത്തിന് നൽകിയതിനകത്ത് ആ കുടുംബത്തെ ആദ്യം സഹായിച്ചു, ആ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതിൽ പോലും കൃത്രിമമുണ്ടെന്നും ആ ഫണ്ടിൽ ബാക്കിയുള്ളത് കുറച്ച് പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് മാറ്റിവെച്ചു, കുറച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊക്കെ ഒരു നേതാവ്, ഞങ്ങളെ പുറത്തുള്ള ആളുകൾ മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, താങ്കളുടെ ജില്ലാ കമ്മിറ്റിയിൽ താങ്കളുടെ സഹപ്രവർത്തകരായിട്ടുള്ള വി കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹമാണ് എക്സ് ആകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അത് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചാൽ അത് മാധ്യമങ്ങളുടെ പ്രചാരണം ഇല്ലല്ലോ. അല്ല, ജനങ്ങൾ വിശ്വസിച്ചാലല്ലേ. അതിൽ ജനങ്ങൾക്ക് പാർട്ടി അറിയാം, പാർട്ടി എന്താണെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ വി കുഞ്ഞികൃഷ്ണൻ, ഞാൻ പറഞ്ഞല്ലോ, വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒരു വിധത്തിലും ചില കാര്യങ്ങൾ പ്രശ്നമുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എന്താ പ്രശ്നം? ഇനിയിപ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കാര്യം മാത്രം എടുത്തിട്ട് കൊടുക്കണ്ട. എന്താ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന കാലയളവ് 3 വർഷമാണ്. ആ ഒരു സമ്മേളന കാലയളവിൽ കൂടുതൽ 4 വർഷക്കാലം എടുത്തിട്ടാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. അപ്പോൾ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്ന സമയത്ത് ഇത്രയും കാലയളവ് ഉണ്ടായതിന്റെ ഫലമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കേട്ടിരുന്നു. അതായത് ഒരു കുറ്റത്തിന് ഒരു ശിക്ഷയാണ്. ഇത് പാർട്ടി വളരെ വിശദമായി 2022 പരിശോധിച്ചല്ലോ. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരു നിഗമനത്തിലെത്തി. എന്താ, ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഫണ്ട് വിനിയോഗിക്കേണ്ട വിധത്തിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറഞ്ഞിട്ട് വകമാറി ചെലവഴിച്ചൊന്നും കൊടുക്കണ്ട. അല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതായത് ഇപ്പൊ നിങ്ങൾ ശേഖരിച്ച ഫണ്ട് സമയബന്ധിതമായി കൃത്യതയോടുകൂടി ചെലവഴിക്കണം. ആ സമയബന്ധിതമായി ചെലവഴിച്ച് കൃത്യമായിട്ടുള്ള അതിന്റെ വരവ് ചെലവ് കണക്ക് സമയബന്ധിതമായി അംഗീകരിക്കണം. അത് അംഗീകരിച്ചില്ല. അങ്ങനെ അംഗീകരിക്കാത്തതിന്റെ പേരിൽ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആയിട്ടുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള TA മസൂദിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റി DC മെമ്പറാക്കി അയാളെ തരം താഴ്ത്തി. ഈ നടപടി പാർട്ടി സ്വീകരിച്ചതാണ്. ഈ നടപടി സ്വീകരിച്ച് പാർട്ടിക്കകത്ത് പറഞ്ഞതാണ്. പക്ഷെ എന്താ പ്രശ്നം? വി കുഞ്ഞികൃഷ്ണന് തൃപ്തിയാവില്ല. കാരണം മധുവിനെ ശരിപ്പെടുത്തിയാലേ വി കുഞ്ഞികൃഷ്ണൻ ശരിയാവുള്ളൂ. അത് ശരിപ്പെടുത്താൻ വേണ്ടി പാർട്ടി തെറ്റിനോടാണല്ലോ പാർട്ടിയുടെ സമരം, അല്ലാണ്ട് വ്യക്തിയോടല്ലല്ലോ. തെറ്റ് വന്നു, ആ തെറ്റ് തിരുത്താൻ ആവശ്യമായ നടപടി പാർട്ടി സ്വീകരിച്ചു. നടപടി സ്വീകരിച്ചപ്പോൾ ആളെ കൊല്ലാൻ വേണ്ടിയല്ല പാർട്ടി നടപടി സ്വീകരിക്കുന്നത്. തെറ്റ് തിരുത്തി അയാളെ ശരിയായ കമ്മ്യൂണിസ്റ്റ് ആക്കി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് നടപടി. ആ നടപടി സ്വീകരിച്ചു. ആ നടപടി സ്വീകരിച്ചത് വി കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, അതിലപ്പുറം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിന് അദ്ദേഹം കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല പേര് പകയുടെ കണക്ക് പുസ്തകം എന്നാണ്. വേറെ പേരല്ല, പകയുടെ കണക്ക് പുസ്തകം. നിങ്ങൾ എഴുതി വെച്ച ഏറ്റവും നല്ല പേരതാണ്. രക്തസാക്ഷി ഫണ്ടില് തിരിമറി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വക മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രതിരോധമാണ് പാർട്ടിക്ക്. അതായത് ഈ അതിന്റെ വിശദാംശങ്ങൾ പറയണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ഒരു കാര്യം, ഒരു സപ്പോസ് മാത്രം പറയാം. രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോൾ കുടുംബ സഹായത്തിന് വേണ്ടി മാത്രം പിരിച്ച ഫണ്ടല്ല അത്. പാർട്ടിക്കകത്ത് കൃത്യമായി പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് ഫണ്ട് ശേഖരിക്കുന്നത്. പാർട്ടി മെമ്പർമാരോട് പറഞ്ഞ കാര്യം എന്താ? 3 കാര്യങ്ങളാണ്. ഒന്ന് കുടുംബസഹായം, രണ്ടാമത്തത് വീട് വെച്ച് കൊടുക്കൽ, മൂന്നാമത്തത് കേസ് നടത്തൽ. 3 കാര്യങ്ങളാണ് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്. ആ ഫണ്ട് ശേഖരിച്ചപ്പോൾ സഹായമായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു, ആ കടബാധ്യതകൾ ഇതിൽ നിർവഹിച്ചിട്ടുണ്ട്. വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി തുക
ബാക്കി തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? കേസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ കേസ് നടത്താൻ വേണ്ടി കൈമാറിയ തുക ഒരു വകമാറ്റി ചെലവഴിക്കലല്ല. ചിലപ്പോ അങ്ങനെ കയ്യിലുള്ള തുക, ആ തുക ചില സമയത്ത് ഒരു ഘട്ടത്തിൽ ഓഫീസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്, തൽക്കാലം അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു കേസുണ്ട്, ആ കേസിന് വേണ്ടി തൽക്കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് വകമാറി ചെലവഴിക്കലല്ല. ഇതാണ് വകമാറി ചെലവഴിക്കലായിട്ട് കുഞ്ഞികൃഷ്ണൻ കാണുന്നത്. അത് വകമാറി ചെലവഴിക്കല്ല. ഏരിയ കമ്മിറ്റിന്റെ കൈവശം ആ തുകയുണ്ട്. കേസ് നടത്തുന്നത് പാർട്ടിയാണ്, ഏരിയ കമ്മിറ്റിയാണ്. കേസ് കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം ബാക്കി തുക ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതെനിക്കറിയില്ല. വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് അതില് ഈ ഞങ്ങള് ഈ വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് പിൻവലിക്കാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ചില സമയം ഒരു നോട്ട് നിരോധനത്തിന് സമയമാണെന്ന് കരുതുക, ഫണ്ട് നിങ്ങൾക്ക് കൂടുതൽ തുക ആവശ്യമുണ്ടെന്ന് കരുതുക, ഏതെങ്കിലും ഒരു അക്കൗണ്ട്, ഓഫീസ് നിർമ്മാണമാണ് ഞാൻ പറയുന്നത്, ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത തുക വിഡ്രോ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും. അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഒരു നിശ്ചിത തുകയെ സാധിക്കും. അതിൽ കൂടുതൽ തുക വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വിഡ്രോ ചെയ്യും. നിങ്ങൾ നോക്കേണ്ടത് ഈ തുകയിൽ എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? പാർട്ടി പരിശോധിച്ചു. ഞാൻ പറയട്ടെ, പാർട്ടി പരിശോധിച്ചപ്പോ 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലുള്ള തുക ആ രക്തസാക്ഷി അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. കേസ് നടത്തിപ്പിന് വേണ്ടിയുള്ള തുക ഏരിയ കമ്മിറ്റിക്ക് കൈമാറേണ്ട കാര്യമില്ല, ആ അക്കൗണ്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അതുകൊണ്ട് പാർട്ടി DC പറഞ്ഞു ഏരിയ കമ്മിറ്റി കൈമാറിയിട്ടുള്ള തുക ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് തന്നെ മാറ്റി സൂക്ഷിക്കണം. ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഈ കുറ്റത്തിനാണ് നടപടി സ്വീകരിക്കുന്നത്. ആ കുറ്റമുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പണം അടിച്ച ആരെങ്കിലും കൊണ്ടുപോയി ദുർവിനിയോഗം നടത്തി എന്നല്ല അതിന്റെ അർത്ഥം. ഈ കുറ്റാണ്. അത് വകമാറി ചെലവഴിക്കലല്ല. ചെലവഴിക്കേണ്ട രീതിയിൽ ചെലവഴിക്കാത്തതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. വകമാറ്റിയിട്ടില്ല ഫണ്ട്. അതായത് കേസ് നടത്തേണ്ട ചെലവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി AC ആണ്. മനസ്സിലായില്ലേ? ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ P. രമേശൻ, KS. വിജീഷ്, M. ആനന്ദൻ 3 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അന്ന് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്ക് അതാണ് എന്റെ കയ്യിലുള്ളത്. ഇതിനകത്ത് അവസാനം കൃത്യമായിട്ട് പറയുന്നത് ധനരാജ് അക്കൗണ്ടിൽ നിന്ന് 34,25,000 രൂപ പിൻവലിച്ചത് 29,25,000 രൂപ കോൺട്രാക്ടർ ഉണ്ണിയുടെ പേരിലേക്ക് മാറ്റി എന്ന് പറയുന്നത്. അതായത് കണക്കിൽ പറയുന്നത് 34,25,000 രൂപ ഈ ധനരാജിന്റെ വീട് നിർമ്മാണത്തിന് ചെലവായി എന്നാണ്. പക്ഷേ കോൺട്രാക്ടർക്ക് കൊടുത്തിരിക്കുന്നത് 29,25,000 രൂപയാണ്. ഇതിന്റെ അവസാന വരിയിൽ പറയുന്നത് മുഴുവൻ വായിക്കുന്നില്ല, സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവും. KP മധുവിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് ബാക്കി തുക മാറ്റിയത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് വിജീഷ്, രമേശ്. ഇതാണ് സെക്രട്ടറി. ഈ രേഖ ഉള്ളപ്പോഴാണ് സെക്രട്ടറി ഞാനൊന്നും മറച്ചു വെച്ചില്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ റിപ്പോർട്ടിൽ 35 ലക്ഷം രൂപ അല്ലെ, 35 ലക്ഷം അല്ലേ, എത്രയാ ധനരാജ് ഫണ്ടെന്ന് ഓഫീസിന്റെ ചെലവിലേക്ക് പോയത് എന്ന് പറയുന്നത് എത്ര തുകയാ? എത്രയാ? 34,25,000. ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ അല്ലേ ബിൽഡിംഗ് ഫണ്ടിലേക്ക് പോയി എന്ന് പറയുന്നില്ലേ? ഇല്ലേ? ഇപ്പം നിങ്ങൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം എടുത്ത് നോക്കുക, നമ്മുടെ B. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കുക. നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. 35 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, അതിനകത്തുണ്ടല്ലോ ആ കണക്കില് 35 ലക്ഷം രൂപ ഇല്ലാന്ന്. 35 ലക്ഷം നിങ്ങൾ പറഞ്ഞ ഓടിയിട്ട് എന്നാ പിന്നെ നിങ്ങൾ തെറ്റായ രീതിയിൽ പറയുന്ന. അതായത് ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ നിങ്ങൾ പറഞ്ഞ പേപ്പർ എടുത്ത് നോക്ക്, ആദ്യത്തെ ഇനം. അത് ശരിയാണ്. എന്നാ പിന്നെ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. അതല്ല, നിങ്ങളല്ല നിങ്ങൾക്ക് തന്നയാള് കേട്ടാ.
അല്ല, അത് ഉറപ്പ്. ഞാൻ പറഞ്ഞതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നയാൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. ആ, നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അത് വ്യാജമായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുതരാം. അതായത് 35 ലക്ഷം രൂപയാണ് ഓഡിറ്റിൽ ആദ്യം കണ്ടെത്തിയത്. 35 ലക്ഷം. പക്ഷെ ഇപ്പം ബി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം, പാർട്ടി ജില്ലാ കമ്മിറ്റി 40 ലക്ഷം അടിച്ചേൽപ്പിച്ചു. മനസ്സിലായില്ലേ? ധനരാജ് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം അല്ല, 40 ലക്ഷമാണ് യഥാർത്ഥത്തിൽ ഏരിയ കമ്മിറ്റിയുടെ കൈവശമുള്ളത്. അതാണ് ആ ഗ്യാപ്പ് കാണുന്നത്. 40 ലക്ഷം. അതൊക്കെ പരിശോധിച്ചാൽ അതിനെ കൊണ്ട് കണക്ക് നിങ്ങളോട് പറയിപ്പിക്കണം. ഞാൻ ഇപ്പം പറയുന്നില്ല. കേസ് നടത്താൻ പണം വേണമെന്ന് പറയുന്നു. ശരിക്കും പ്രോസിക്യൂട്ടർ സർക്കാരല്ലേ നിയോഗിക്കുന്നത്? അത് കേസ് നടന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണെന്നറിയാം. അതായത് ഈ സീനിയർ അഭിഭാഷകന്മാർക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു തുകയുണ്ട്. ആ തുകയ്ക്ക് നിങ്ങൾ സീനിയർ അഭിഭാഷകന്മാരെ കിട്ടുമെന്ന് നോക്കുക. അതിന്റെ അപ്പുറത്തൊന്നും പറയുന്നില്ല. കേസ് നടത്തുന്നവർക്ക് അതറിയാം. സെക്രട്ടറി പറഞ്ഞതിനകത്തുണ്ട്. അതായത് ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകിയത് 35 ലക്ഷം. ധനരാജ് വീട് നിർമ്മാണം 29,25,000. KP മധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് 5 ലക്ഷം. ധനരാജ് കുടുംബാംഗങ്ങളുടെ പേര് സ്ഥിര നിക്ഷേപം 18 ലക്ഷം. മറ്റ് ചെലവുകൾ 2,32,524. വക മാറ്റിയ പലിശ 3,84,062. ഇതൊക്കെ വക മാറ്റിയെന്ന് പാർട്ടി തന്നെ രേഖയുണ്ട്. സെക്രട്ടറിയാണ് പറയുന്നത് വക മാറ്റിയിട്ടില്ല. അതായത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ആ 5 ലക്ഷം മറ്റൊരു വരവിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം 40 ലക്ഷം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ധനരാജ് ഫണ്ടിന്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ആ 5 ലക്ഷം അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 50 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകം നോക്ക്. ആ പുസ്തകത്തിൽ 35 ലക്ഷം അല്ല 40 ലക്ഷമാണ്. നിങ്ങൾ മധുവിന്റെ പേരിൽ പേഴ്സണലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ആ 5 ലക്ഷം ഉൾപ്പെടെ ചേരുന്നതാണ് ഈ 40 ലക്ഷം. ആ കുഞ്ഞികൃഷ്ണൻ കണക്കല്ല, ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതെന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയല്ല ശരി. ജില്ലാ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ കണക്കിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? ജില്ലാ കമ്മിറ്റിയുടെ കണക്കാണ് ശരിയായ കണക്ക്, കുഞ്ഞികൃഷ്ണന്റെ കണക്കല്ല. അതാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചാൽ കണക്കാവൂല. എന്താ നിങ്ങൾക്ക് സംശയം? അദ്ദേഹം പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള കണക്കാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പാർട്ടി കമ്മിറ്റി ചർച്ചയിൽ അംഗീകരിച്ചുള്ള കണക്കല്ല കുഞ്ഞികൃഷ്ണന്റെ കണക്ക്. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്. വേറൊന്നുമല്ല. പാർട്ടി കൃത്യമായിട്ട് കണക്ക് അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തുവെങ്കിൽ അത് മൂടിവെക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM. എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിയല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ശരി. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നേതാക്കളെയും പോയി കണ്ടു. എല്ലാ നേതാക്കളും ചേർന്നിട്ട് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ നേതാക്കളും നിൽക്കുന്നത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട് എന്ന് കരുതി ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറെ പേപ്പർ കൊടുത്ത് പുറപ്പെട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന പാർട്ടി എല്ലാ CPIM വസ്തുത പരിശോധിക്കും, കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടി അംഗങ്ങളൊക്കെ ഈ കണക്ക് ഇതൊക്കെ ഇതിന്റെ രേഖകൾ ഇതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയൊക്കെ എടുത്ത് വെക്കുന്ന പതിവുണ്ടോ? ശരിക്കും പാടില്ലാത്തതാണ്. ഇതിൽ നിന്ന് അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് ബി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ്. എന്താ തെളിവ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കി വെച്ചിരിക്കുക. വഞ്ചനയാണിത്. പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ്. മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പൊ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ, ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ എടുത്ത് സൂക്ഷിച്ചത് പാർട്ടി രേഖയല്ലേ, വ്യാജരേഖയല്ലല്ലോ. പാർട്ടി രേഖയാണ് നിങ്ങൾ പറയുന്നല്ലേ.
ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ വരവ് ചെലവ് കണക്ക്, അതിനകത്ത് ഈ സമ്മാന പദ്ധതി മുതൽ, ഞാൻ ലക്ഷങ്ങൾ പറയുന്നില്ല, സമ്മാന പദ്ധതി അതെല്ലാം തെറ്റാണ്, അല്ല തെറ്റാ അദ്ദേഹത്തിന്റെ. ഇത് പാർട്ടിയുടെ, ഇത് ഇലക്ഷന്റെ ഇത് പാർട്ടിയുടെ. അപ്പൊ അതിനകത്ത് ഈ ബോംബെ ഹോട്ടൽ, റെയ്ഡ്കോ, പിന്നെ ജവഹർ വായനശാല, നാഷണൽ കോളേജ്, പ്രസ്, അങ്ങനെ വരവ് പറയണം. വരവ് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ധനരാജ് ഫണ്ട് വരവ് 35 ലക്ഷം. സെക്രട്ടറി നേരത്തെ പറഞ്ഞത് തൽക്കാലം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് എന്നുള്ള പണം അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, തെറ്റാണ്, പാർട്ടിയുടെ രേഖയല്ലേ? അത് തെറ്റാണ്. എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല രേഖ. ഇത് പാർട്ടിക്കകത്തുള്ള പാർട്ടിക്കകത്തുള്ളതല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രേഖയില്ല. പാർട്ടിയുടെ കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള തുക, അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്താലും ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ടാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് എത്ര തുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തൽക്കാലത്തേക്ക് വിനിയോഗിച്ചിട്ടുള്ളത്, അതും പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക ഏരിയ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കുന്ന സമയത്ത് ആ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനം എടുത്തിട്ടാണ് അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആര് പറയും? നിങ്ങൾ ആ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, അതല്ലേ പറയുന്നത്. അയാളിപ്പോഴ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാള് പകമൂത്തിട്ട് എതിരാളികളുടെ, പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്ത് വിളിച്ചു പറയും? അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടില് ഒരു ക്രമക്കേടുമില്ലെന്നാണല്ലോ അത് പറയും. ഈ റെസീറ്റുകൾ തിരിച്ചു വന്നിട്ടില്ല. ഇതെങ്ങനെയാണ്? പണം പിരിച്ചിട്ടുണ്ടോന്നോ പോയിട്ടുണ്ടോന്നോ? ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. അതായത് റെസീറ്റ് കാണാതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാണാതായത് ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് കാണാതായത്. അയാളത് പാർട്ടിക്ക് മുമ്പിൽ എഴുതി തന്നു. പാർട്ടി കമ്മീഷന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇടതുപക്ഷ എന്നുള്ള 6 അടിച്ചല്ലോ. ഇടതുപക്ഷവും 6. ആ ഇടതുപക്ഷ ചന്ദ്രബാബുള്ള 6 ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിന്റെ അകത്ത് 17-18 ആ ലീഫ് അദ്ദേഹം കാണുകയും ചെയ്തു. എത്ര ലക്ഷം രൂപ പിടിച്ചത്. പ്രശ്നം എന്താ വെച്ചാല്, ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 6 ഇറക്കുന്നു, പിന്നെ റസീത് ബുക്ക് ഇറക്കും. ആ 6 റസീത് ബുക്ക് തിരിച്ച് വിനിയോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ പാർട്ടി തന്നെ ഒരാളെ ചുമതലപ്പെടുത്തും. അയാൾ നോക്കുമ്പോൾ 2 ബുക്ക് മാത്രമേ തിരിച്ചു വരുന്നു, 4 ബുക്കില്ല. ഈ 2 ബുക്ക് പരിശോധിക്കുമ്പോൾ അതിൽ 2ഉം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പയ്യന്നൂരിലെ സൊസൈറ്റി പ്രസ്സിൽ അച്ചടിച്ച സാധനത്തിന് പകരം ഈ വ്യാജൻ അച്ചടിക്കുന്നത് അവിടെ മലബാർ മറ്റോ അങ്ങനത്തെ ഒരു പ്രസിന്റെ പേര്, എന്നിട്ട് ഈ പയ്യന്നൂർ പിന്നെ സൊസൈറ്റിയുടെ പേര് തന്നെ വെച്ച് അച്ചടിച്ചിരിക്കുന്നു. കാണാതെ പോയി എന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ. അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്ക് അതിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടുള്ളത്. അദ്ദേഹം തന്നെ പിന്നീട് ടി.ഐ. മധുസൂദൻ MLA ആണ് ഇത് തന്നത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. അല്ല, ഞാൻ പറയട്ടെ. അപ്പം തിരിച്ചു കൊണ്ടുവരുന്നു, കാണാതെ പോയതൊക്കെ തിരിച്ചു വരും. അപ്പൊ ഒരു ടി.ഐ. മധുസൂദന് ഓഫീസ് സെക്രട്ടറിക്കൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഞാൻ വിട്ടു. അത് കുഞ്ഞീഷിന്റെ ആരോപണം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വെട്ടിപ്പ് നടന്നു, അത് കണ്ടുപിടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഇതെല്ലാം തിരിച്ചെത്തുന്നത് എങ്ങനെയാണ് മൂടി വെക്കപ്പെടുന്നത്? അതായത് ഈ വെട്ടിപ്പ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിൽ എത്തുന്നത്? എങ്ങനെയാണ് വ്യാജ റസീറ്റ് CPM ഒരു പാർട്ടി? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് റെസീറ്റ് പ്രൂഫ് നോക്കുന്നത് മണ്ഡല സെക്രട്ടറിയാണ്. മണ്ഡല സെക്രട്ടറി പ്രൂഫ് നോക്കിയപ്പോൾ ഇടതു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫ് നോക്കിയിട്ട് മാറ്റിയടിക്കാൻ വേണ്ടി പറയുന്നു. മാറ്റിയടിക്കാൻ വേണ്ടി ആള് പ്രസ്സിലെത്തുമ്പോഴേക്ക് ഇടത് ജനാധിപത്യ മുന്നണി എന്നുള്ള റെസീറ്റ് അടിച്ചു കഴിഞ്ഞു. അതെടുത്ത് ഓഫീസിൽ വെക്കുന്നു. അതിൻ്റെ കൂടെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന റെസീറ്റ് കൂടി പിന്നീട് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. കേക്ക് ഇടതു എന്നുള്ളത് 2 അടിച്ചു. ഇടതു എന്നുള്ള ഇടതുപക്ഷ എന്നുള്ളത് 6 അടിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിൽ 2 ആദ്യം വന്ന വ്യാജമാണ്. ഇടതു എന്നുള്ള പേരിൽ 2 റെസിപ്റ്റ് വ്യാജം. അതില് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ ബേജാറാവല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതില് എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഈ ഓഫീസിൽ റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം. ടി.എ. മധുസൂദൻ, അദ്ദേഹത്തെയാണല്ലോ നിങ്ങൾ വളരെ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് കൃത്യമായി
അതേ റെസീറ്റ്, അത് വ്യാജ റെസീറ്റ് ആയിരുന്നില്ല, ഒറിജിനൽ റെസീറ്റ് ആയിരുന്നു. ആ റെസീറ്റ് പാർട്ടിയുടെ മുമ്പാകെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 റെസീറ്റ് അല്ലേ കൊടുത്തത്, അതിൽ ഒന്നല്ലേ തിരിച്ചു വന്നുള്ളൂ. ആര് പറഞ്ഞു നിങ്ങളോട്? 2 തിരിച്ചു വന്നു. രണ്ടും തിരിച്ചു വന്നല്ലോ. അപ്പൊ എത്ര റെസീറ്റുകൾ മൊത്തം തിരിച്ചു വന്നു? 6 എണ്ണം. നിങ്ങള് അതായത് ഈ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി ഐ മസൂദനാണ്. ബി കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ പോയി ചോദിക്കുക. ബി കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത, ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് പാർട്ടിക്ക് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ ചോദിക്ക്. ഒന്നാണ് തിരിച്ചു വന്നത്, പിന്നീട് നഷ്ടപ്പെട്ടു. ടി ഐ മസൂദൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ടി ഐ മസൂദൻ ഒരു റെസീറ്റേ കൊടുത്തിട്ടുള്ളൂ. ആ റെസീറ്റ് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ അത് ബി കുഞ്ഞികൃഷ്ണനോട് ചോദിക്കുക. അപ്പൊ ബി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് 2 റെസീറ്റുകളാണ്, 2 എണ്ണമാണ്. അത് അയാളല്ലോ കൊടുത്തത്. 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ ടി ഐ മസൂദൻ പിരിച്ചിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ സെക്രട്ടറി ഞാനല്ല കണക്ക് പരിശോധിച്ചത്. സെക്രട്ടറി പറഞ്ഞു ടി ഐ മസൂദൻ. അതെന്ന് ടി എ മസൂദന്റെ റെസീറ്റ് ഈ പിന്നെ കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞാണ്. ടി ഐ മസൂദൻ അത് എനിക്കറിയില്ല, ഞാൻ ഓഡിറ്റ് ചെയ്ത ആളല്ല. അതായത് ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് തിരിച്ച് മണ്ഡലം കമ്മിറ്റിക്ക് വന്നിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിന് വിധേയമാക്കിയിട്ടുള്ള ഓഡിറ്റ് കമ്മിറ്റി ആ റെസീറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതയുള്ളതായിട്ട്, എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല. അല്ല, ടി ഐ മസൂദിന് കൊടുത്ത ആ ഒരു റെസിപ്റ്റ്, ഓക്കെ, ആ ഒരു റെസിപ്റ്റിന്റെ വ്യാജ റെസിപ്റ്റ് വന്നല്ലോ ആദ്യം. എനിക്കറിയില്ല. അല്ല, രണ്ടാമത് ഇത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്. അല്ല, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ടി ഐ മസൂദ് തന്നെയാണ്. ടി ഐ മസൂദന്റെ കയ്യിൽ കൊടുത്തുള്ള റെസിപ്റ്റ് കൃത്യമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീടാണല്ലോ അത് കൊണ്ടുതരുന്നത്. എന്നാണ് അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പക്ഷെ അത് ആദ്യം തന്നെ ആ റെസിപ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വ്യാജ റെസിപ്റ്റോടെ വന്നു. പിന്നീടാണ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുതിയ റെസിപ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന സൂക്ഷ്മതയുണ്ടല്ലോ. പയ്യന്നൂര് സൊസൈറ്റി പ്രസിൽ എന്ത് അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ വലിയ കള്ളത്തരം എന്നൊക്കെ പറഞ്ഞു? അല്ല, നിങ്ങൾ അങ്ങനെ വർത്തമാനം പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കുക, നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. അത് ശരിയല്ല. ചോദ്യം കഴിഞ്ഞില്ല, അതിനൊന്നും ഞാൻ പറഞ്ഞത് വലിയ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ ഒരു സൂക്ഷ്മത ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് പയ്യന്നൂർ സൊസൈറ്റിയിൽ പ്രസ്സിൽ അച്ചടിച്ച ഒരു സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നു. ആ ഡ്യൂപ്ലിക്കേറ്റ് അച്ചടിക്കുന്ന വേറൊരു പ്രസ്സിലാണ്. പക്ഷെ ആ പ്രസ്സിൽ അച്ചടിച്ച പേരല്ല, പ്രസ്സിന്റെ പേര് പോലും മറ്റേത് ആദ്യത്തെ പയ്യന്നൂർ പ്രസിന്റെ പേരിടുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സൂക്ഷ്മത. ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഒരു റെസീറ്റ് അടിക്കുമ്പോൾ അത് കള്ളത്തരമല്ലേ? അതെന്താണ് പാർട്ടി സമ്മതിക്കാത്തത്? അതായത് റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പാർട്ടി അന്വേഷണ കമ്മീഷൻ കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഓഫീസ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തു. മനസ്സിലായോ? നിങ്ങൾക്ക് പിടിക്കേണ്ട, ചോര പിടിക്കേണ്ട ടി എ മസൂദ് തന്നെയാ. ടി എ മസൂദിനെ ചോര പിടിക്കാനുള്ള വകുപ്പതിൽ ഇല്ലേ? ഉണ്ടെങ്കിലല്ലേ ചോര പിടിക്കണ്ട്. അതിൽ വകുപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ മേലെ അധികം ചോദിച്ചിട്ട് കാര്യമില്ല. ഓഫീസ്, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു രീതി അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം പലരോടൊന്നും ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് അത് ഓഫീസിൽ ഏൽപ്പിക്കുന്നതാണ് പറയുക. മനസ്സിലായില്ലേ? ഓഫീസിനെ അത്രയും വിശ്വാസത്തിലെടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആരുടെന്തെങ്കിലും ഒരു ഫണ്ട് ശേഖരിക്കുന്നു, ഞങ്ങൾ ചിലപ്പോൾ നേരിട്ട് ഫണ്ട് ശേഖരിക്കാറില്ല പലപ്പോഴും. അപ്പോൾ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് പറയുന്നു. ഓഫീസിൽ ഏൽപ്പിച്ച് റെസീറ്റ് ചേർക്കേണ്ടത് ഓഫീസിന്റെ ചുമതലയാണ്. വിശ്വസിച്ചിട്ട് ചെയ്യുന്നതാണ്. അതിനെന്താ വീഴ്ച സംഭവിച്ചു എന്ന് പാർട്ടി കണ്ടു, നടപടിയെടുത്തു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയും ബി കുഞ്ഞികൃഷ്ണന് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി പാർട്ടി എടുത്തിട്ടുള്ള നടപടി അദ്ദേഹം ഉന്നയിച്ച വിഷയമാണ്. അതിന്റെ അടിസ്ഥാന നടപടി എടുത്തതിലല്ല അദ്ദേഹത്തിന് സന്തോഷം. അതിന്റെ പേരിൽ ബി കുഞ്ഞികൃഷ്ണന് ടി എ മസൂദന്റെ ചോര കുടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. ആ ചോര കുടിക്കാനുള്ള സ്കോപ്പ് ഇല്ലേ? സ്കോപ്പ് ഉണ്ടാണെങ്കിൽ ഈ ഏതെങ്കിലും ഒരു റെസീറ്റ് ടി എ മസൂദൻ വാങ്ങിയ റെസീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ടി എ മസൂദന് കൊടുത്ത റെസീറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു സംഭവമില്ല, അതിന് സ്കോപ്പില്ല. അതുകൊണ്ട് അത് ചോദിച്ചിട്ട് കാര്യമില്ല. ടി എ മസൂദന് കൊടുത്ത റെസീറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മുമ്പാകെ കൊടുത്തിട്ടുണ്ട്. ആ റെസീറ്റ് ഓഡിറ്റ് ചെയ്താണ്. അതിൽ ഒരപാകതയും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ വെറുതെ കഥയുണ്ടാക്കേണ്ടതാണ്. അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ റെസീറ്റ് അച്ചടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
ആ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരായിട്ട് ശക്തമായ നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതില് ആ ഉത്തരവാദിയായവരെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിൽ ടി.എ. മധുസൂദൻ ഉത്തരവാദിയാണെന്ന് പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടില്ല. മധുസൂദനെ അതിൽ പെടുത്താൻ വേണ്ടി ചിലപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിന് പറ്റുന്ന ഒരു തെളിവും പാർട്ടി കമ്മീഷൻ മുമ്പാകെ വന്നിട്ടില്ല. വ്യാജ റെസീപ്റ്റ് അച്ചടിച്ചത് മാത്രമല്ല, അത് വെച്ച് പണം പിരിച്ചു. ശരി, വരുന്നില്ലല്ലോ. പയ്യന്നൂരിലെ ടി.എ. മധുസൂദൻ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൊക്കെ ചേർന്നിട്ട് കച്ചവടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഭൂമി വാങ്ങിയത്, മറ്റേ ബസ് സ്റ്റാൻഡിന് മുമ്പിലുള്ള ഭൂമി വാങ്ങിയത്, ഒപ്പം തന്നെ വിദേശയാത്ര നടത്തിയൊക്കെ പറഞ്ഞു. ഇതിനകത്ത് 16/6/2022 ഈ ജില്ലാ കമ്മിറ്റിയിലെ ഒരു നോട്ടാണിത്. ആ നോട്ടിനകത്ത് പറയുന്നുണ്ട്, കടല സതീശൻ ചിലരെ ഫണ്ടിന് വേണ്ടി സമീപിച്ചതായി പരാതി ഉയർന്നിരുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ്. അതിൽ വസ്തുതയില്ലെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ കടല സതീശനെ പറ്റി പാർട്ടിക്കകത്ത് ആക്ഷേപങ്ങൾ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കി ജാഗ്രത പാലിക്കാൻ ഭാവിയിൽ കഴിയണം. എന്നുവെച്ചാൽ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, ഈ മസൂർ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ല ഇതിപ്പോ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളല്ലേ? ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. നിങ്ങൾക്ക് ആരാ തന്നിന്? അല്ല, നിങ്ങൾക്ക് തന്നാരാ? അതിപ്പോ ഞാൻ പറയൂ, പാർട്ടി ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു രേഖയൊന്നും ഇറക്കിയിട്ടില്ല. 2022 സെക്രട്ടറി മുമ്പുള്ള അതില് ഈ സഹകരണ ബാങ്കിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ആ വിഷയം. ആ വിഷയത്തിൽ പാർട്ടി കണ്ടെത്തിയത് എന്താണെന്ന് മനസ്സിലാക്കുക. അതിൽ പാർട്ടി കണ്ടെത്തിയത് തെറ്റാരോപണം ശത്രുതയോടുകൂടി ഉന്നയിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതായത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ തന്നിട്ടുള്ള മൊഴിയുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി. ആ മൊഴിയിൽ പറയുന്നത് 2011 നിങ്ങൾ എഴുതി വെച്ചോ, 2011 അദ്ദേഹത്തോടല്ലേ ഒന്ന് ചോദിച്ചോ. 2011 ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിയിൽ നിന്ന് 15.5 ലക്ഷം രൂപക്ക് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമി, 15.5 ലക്ഷം 2011 ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമി, പിന്നീട് എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടിച്ചേർക്കുന്നുണ്ട് 15.5 ലക്ഷമാണ് ആധാരപ്രകാരമെങ്കിൽ യഥാർത്ഥ വില 17 ലക്ഷമാണ്. മനസ്സിലായില്ലേ? 17 ലക്ഷമാണ്. ആ ഭൂമി 2017 18.5 ലക്ഷം രൂപക്ക്, 18.25 ലക്ഷം രൂപക്ക് ബാങ്ക് വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. മനസ്സിലായോ? അതായത് 2011 17 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി 6 വർഷത്തിന് ശേഷം, സാമാന്യ ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ചാൽ 6 വർഷത്തിന് ശേഷം 18.5 ലക്ഷം രൂപക്ക് വാങ്ങിയിട്ടുണ്ടെ തന്നെ അതിലെന്താ തെറ്റ്? അതിൽ തെറ്റുണ്ട്. എന്താ തെറ്റ്? ഈ ഓഡിറ്റ് റിപ്പോർട്ടാണ്, ഓഡിറ്റ് റിപ്പോർട്ട്, സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പയ്യന്നൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് എടുത്തായി 12/3/2018 ഇത്ര സ്ഥലം, ഇത്ര രൂപ, അതായത് പൈസ എന്ന് പറഞ്ഞാൽ 7,25,15,366. രണ്ടാമത്തെ സ്ഥലം 12,84,00,000, ഏതാണ്ട് 20 കോടി രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. നാളിതുവരെയായി ബാങ്ക് ഈ സ്ഥലം യാതൊരു കാര്യത്തിനും ഉപയോഗിച്ചായി കാണുന്നില്ല. പ്രസ്തുത ഭൂമി 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം നിർമ്മാണ പ്രവൃത്തി നടത്താൻ പറ്റാത്ത നിലം വിഭാഗത്തിലാണെന്ന് കാണുന്നു. ഈ ഇടപാടിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് സംസ്ഥാന സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. അതായത് ടി.എ. മധുസൂദൻ ഉൾപ്പെടെ നടത്തിയ ഭൂമി വാങ്ങിയത്, ഇതൊരു പാർട്ടിയുടെ തന്നെ ഒരു വാക്കുണ്ട്, മൃതാസ്തി ആണ് എന്ന് പറയാം. അത് ജാഗ്രത കുറവും പിഴവുമല്ലേ? അത് അഴിമതിയാണോ? അഴിമതി ഉണ്ടാവുമല്ലോ. അത് അഴിമതിയാണോ? ഒരു ചതുപ്പ് ഭൂമി അതായത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപിച്ചൂടെ? അതായത് ഇതേ ഭൂമിയാണല്ലോ 2011 ഒരാള് 15.5 ലക്ഷം രൂപക്ക് വാങ്ങിയെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് അല്ലേ? അത് നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നല്ല, വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ്. വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞാണ്. അല്ല, ഞാൻ പറഞ്ഞത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആധാരം പരിശോധിച്ചിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക, പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഇതാണോ പറഞ്ഞത്? ഈ ആധാരവും പാർട്ടി പരിശോധിച്ചാണ്. 2 തരം ഭൂമി ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഭൂമി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ? ആ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പറഞ്ഞിട്ടുള്ള ഭൂമി എടുത്തത് മൃതമൂലധനെന്നോ അല്ലെ മൃതാസ്തിന്നോ എന്തോ ആയിക്കോട്ടെ, ഇതിന് ഇപ്പോ ബാങ്കിന്റെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ടി.എ. മധുസൂദനല്ല. ഇവിടെയും ആരോപണം ടി.എ. മധുസൂദനെ നേർക്കാണ്. അദ്ദേഹമല്ല. ബാങ്കിന് പാർട്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് പാർട്ടി എന്ന് അറിയില്ല. ബാങ്കുകളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉണ്ട്.
ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള കീഴിലാണ് ആ സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനർമാരായിട്ട് സാധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് ഉണ്ടാവുക. അപ്പോൾ ആ സബ് കമ്മിറ്റിയുടെ കൺവീനറോ അല്ലെ ആ സബ് കമ്മിറ്റിയുടെ മുഖ്യ ചുമതലക്കാരനോ ഒന്നും അല്ല ടി എ മസൂദനൻ. അയാൾ മനസ്സിലാക്കുക, തീരുമാനിക്കുന്ന ബാങ്കാണ്, അനുമതിക്ക് ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനോടാണ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടിയാണ് ഈ ഭൂമി എടുത്തത്. എന്നാൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നേരെ പരിശോധിച്ചിട്ട് പറയണ്ടേ? ഡിപ്പാർട്ട്മെന്റ് ആ സമയത്ത് പരിശോധിച്ചിട്ട് ഇത് നിലം എന്ന കാറ്റഗറിയിലാണുള്ളതെന്ന് പറയണ്ടേ? പറയണല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ എല്ലാം ഇത് വാങ്ങിയെന്ന് പറയാൻ പറ്റുമോ? ഇതിൽ പ്രശ്നം എന്താ? നിങ്ങളിപ്പോ അതായത് BTR ബേസിക് ടാക്സ് രജിസ്റ്റർ, അതിൽ നിങ്ങളുടെ കരപ്പറമ്പാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് പലരുടെയും നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ നിലന്ന് രേഖപ്പെടുത്തുന്നതിന് തരം അത് ഈ ചതുപ്പ് മണ്ണിട്ട് നികത്തല്ല ഞാൻ പറയുന്നത്. അതിനെ തരം മാറ്റുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. തരം മാറ്റല് ഇതൊക്കെ നമ്മളിൽ പലരുടെയും വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ ഈ നിലം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉണ്ടാവുക. അത് പണ്ട് BTR നിലമെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ്. അത് തരം മാറ്റുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത് 2011 വാങ്ങിയവർക്കും അറിയാം, പിന്നെ വാങ്ങിയവർക്കും അറിയാം. അത് ആ ഭൂമി എടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി, അതിന്റെ മേലെ ബാങ്കിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം, വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കണം എന്നുള്ള വിമർശനമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഉയർത്തിയത്. ആ വിമർശനം ബാങ്കിന്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ച ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടി പാർട്ടി നടത്തിയൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ ഒരു പെശകുമില്ല. അതൊന്നും അഴിമതിയല്ല. അത് ചതുപ്പ് നിലയൊന്നും അല്ലാന്ന് നിങ്ങൾ വെറുതെ അത് ചതുപ്പ് നില എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് എന്നാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാണ്ട് പറയരുത്. ചതുപ്പ് നില അല്ല, അത് വെറ്റ്ലാൻഡാണ്. നിലം എന്ന് പറയുന്നത് BTR ബേസിക് ടാക്സ് രജിസ്റ്റർ, നിങ്ങളത് എടുത്തു നോക്കുക. അതിനകത്ത് നിലമെന്ന് രേഖപ്പെടുത്തി, നിങ്ങളെ കരപ്പറമ്പാണെങ്കിലും നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെ തരമാറ്റം നിങ്ങൾ ജില്ലാ കളക്ടറോട് വിളിച്ചു ചോദിക്കുക. തരമാറ്റത്തിന് വേണ്ടിയുള്ള ആയിരക്കണക്കിന് അപേക്ഷയുണ്ടാവും. അത് നിലം നികത്തലല്ല. BTR നിന്ന് പേര് മാറ്റി, നിലമെന്നുള്ള പേര് മാറ്റി കരപ്പറമ്പെന്നോ അല്ലെ പുരയിടുന്നോ മാറ്റണം. അങ്ങനെ മാറ്റിയാൽ മാത്രമേ തുടർ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ ഉൾപ്പെടെ കിട്ടുള്ളൂ. അതാണ് എന്റെ കാര്യം. യെസ്, എനിക്ക് അല്ല പോരെ, ഒരു നിയമ നടപടിയിലേക്ക് പോകേണ്ടതല്ലേ ശരിക്കും? ഇത്രയും ആക്ഷേപങ്ങൾ ഇതൊന്നും ശരിയല്ല എന്ന് പാർട്ടി പറയുമ്പോൾ കുഞ്ഞികൃഷ്ണനെതിരെ നിയമ അത് ഞാനിപ്പോ പറയുന്നില്ല. അത് ഞാൻ പറയുന്നില്ല. ബന്ധപ്പെട്ടവർ പോകായിരിക്കും. രണ്ടാമത്തെ കേസിൽ രണ്ട് സർക്കാർ പ്രോസിക്യൂട്ടർ മാത്രമേ ഉള്ളൂ. വേറെ വെച്ചിട്ടില്ലല്ലോ. ധനരാജ് കേസിനകത്തെ ഇപ്പൊ ഉള്ള സർക്കാരിന്റെ രണ്ട് അഭിഭാഷകർ മാത്രമേ ഉള്ളൂ. വേറെ വെച്ചിട്ടില്ലല്ലോ, പാർട്ടി വെച്ചിട്ടില്ലല്ലോ. പറയാം, പിന്നെ പറയാം. പോരെ, എത്ര പോരെ? ഇനിയിപ്പോ